തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യം. ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. ഭയം നമ്മെ ഭരിക്കരുത് എന്ന ദൈവത്തിൻ്റെ ആഗ്രഹവും പദ്ധതിയുമാണ്. സകല ഭയങ്ങളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുമെന്നതാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തം. ആ വാഗ്ദത്ത നിവൃത്തിയുടെ ഭാഗമായാണ് അവിടുത്തെ പരിശുദ്ധാത്മാവിനെ നൽകിയത്. ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ ആത്മാവ് എന്നാണ് പരിശുദ്ധാത്മാവിന് നൽകിയിരിക്കുന്ന മറ്റൊരു നാമം. യേശുവിൽ ഭയം ലവലേശം ഇല്ലായിരുന്നുവല്ലോ. അപ്രതീക്ഷിത സംഭവങ്ങൾ നമ്മിൽ ഞെട്ടലുളവാക്കാം. എന്നാൽ ആ നടുക്കത്തിൻ്റെ അടിമയായി തുടർന്നുള്ള ജീവകാലം മുഴുവൻ തുടരാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. പരിശുദ്ധാത്മാവിന് നാം ചെവി കൊടുക്കാൻ സമർപ്പിക്കാൻ തയ്യാറായാൽ എല്ലാ ഭയത്തിൽ നിന്നും അവിടുന്ന് പുറത്തു കൊണ്ടുവരും. ഭയമില്ലാതെ ജീവിക്കാൻ 3 പ്രത്യേകതകൾ നമ്മിൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഈ വാക്യത്തിൽ കാണാം. 1 ശക്തിയുടെ, 2 സ്നേഹത്തിൻ്റെ, 3 സുബോധത്തിൻ്റെ. നാം നമ്മുടെ പ്രതികൂലങ്ങളെക്കാൾ, ശത്രുക്കളെക്കാൾ, ആവശ്യങ്ങളെക്കാൾ ബലഹീനരാണെന്നും അതൊന്നും നേരിടാൻ കരുത്തില്ലെന്നുമുള്ള ചിന്തയാണ് ഭയത്തിൻ്റെ ഒരു പ്രധാന കാരണം. എന്നാൽ നാം ബലഹീനരാണെങ്കിലും നമ്മിൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് സർവശക്തനാണ്. ഏത് വെല്ലുവിളിയെയും നേരിടാൻ കഴിയുന്ന പരിശുദ്ധാത്മാവ് ആഴത്തിന്മീതെ ഇരുളിന്മീതെ പരിവർത്തിച്ചു എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ആത്മാവ്. സ്നേഹത്തിൻ്റെ ആത്മാവ് നമ്മിൽ ധൈര്യം നൽകുന്നു. ദൈവവചനം പറയുന്നത് തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു എന്നാണ്. ദൈവത്തോട് തികഞ്ഞ സ്നേഹം മറ്റൊന്നിനെയും ഭയപ്പെടാതിരിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്നു. എതിരാളിയായ സാത്താൻ എത്ര കരുത്തനാണെങ്കിലും ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം ഒരിക്കലും വേർപിരിക്കാനാകാത്ത വിധം നമ്മെ ദൈവത്തോട് ബന്ധിച്ചിരിക്കുന്നു. ദൈവം തൻ്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം നമ്മെ സ്നേഹിച്ചതിനാൽ ആ സ്നേഹത്തിൻ്റെ മുന്നിൽ മറ്റെല്ലാം നിസ്സാരമാണെന്ന് നാം തിരിച്ചറിയുന്നു. ഈ യാഥാർത്ഥ്യങ്ങളെ നമ്മെ ഗ്രഹിപ്പിച്ചു തരുന്ന സുബോധത്തിൻ്റെ ആത്മാവിനെയാണ് ദൈവം നമ്മിൽ പകർന്നിരിക്കുന്നത്. ഒരു ഭയവും നമ്മെ അലട്ടാതിരിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.